സംസ്ഥാന പോലീസ് സേനയിലെ ആത്മഹത്യകളെപ്പറ്റി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ കേന്ദ്രസേനയിലും ഒട്ടേറെ ആത്മഹത്യകൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. 2011-2023 കാലയളവിൽ കേന്ദ്രസേനയായ CRPF-കാർക്കിടയിൽ ഉണ്ടായത് 1522 ആത്മഹത്യകളാണ്. CRPF ജവാന്മാരിൽ കഴിഞ്ഞ വർഷം മൊത്തം 52 ആത്മഹത്യാ കേസുകളും 2022-ൽ 43 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഏറ്റവും കുറവ് 29 കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2016-ലാണ്. ഏറ്റവും ഉയർന്ന 57 കേസുകൾ 2021-ലാണ് രേഖപ്പെടുത്തിയത്. 2011 മുതൽ 2023 വരെ 1532 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജവാന്മാർ ആത്മഹത്യ ചെയ്തതായി കോൺഫെഡറേഷൻ ഓഫ് എക്സ് പാരാമിലിറ്ററി ഫോഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അർദ്ധസൈനിക വിഭാഗത്തിലെ മാനസിക അസ്വാസ്ഥ്യമുള്ളവരുടെ എണ്ണം 2020-ൽ 3584-ൽ നിന്ന് 2022-ൽ 4940-ആയി ഉയർന്നു. ഇതുകൂടാതെ 6 CAPF-കളിൽ നിന്നുള്ള 46960 പേർ കഴിഞ്ഞ 5 വർഷത്തിനിടെ ജോലി ഉപേക്ഷിച്ചു. ഈ പ്രശ്നം പരിഹരിക്കാനായി 2021 ഒക്ടോബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരുന്നു. 80% ആത്മഹത്യകളും ജീവനക്കാർ അവധി കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ തിരിച്ചെത്തുമ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ടാസ്ക് ഫോഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ആത്മഹത്യകളിലേക്ക് നയിക്കുന്ന വ്യക്തിഗത ഘടകങ്ങളിൽ പങ്കാളിയുടെയോ കുടുംബാംഗങ്ങളുടെയോ മരണം, വൈവാഹിക തർക്കം അല്ലെങ്കിൽ വിവാഹമോചനം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുട്ടികൾക്ക് അപര്യാപ്തമായ വിദ്യാഭ്യാസാവസരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. കോൺഫെഡറേഷൻ ഓഫ് എക്സ് പാരാമിലിറ്ററി ഫോഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ അഭിപ്രായത്തിൽ ആത്മഹത്യയുടെ ചില കാരണങ്ങളിൽ മാനസിക പിരിമുറുക്കം, ഗാർഹിക തർക്കം, സാമ്പത്തിക പ്രശ്നങ്ങൾ, അവധി നിഷേധിക്കൽ, കുടുംബത്തിൽ നിന്നുള്ള ദീർഘകാല വേർപിരിയൽ എന്നിവയാണ്. രാജ്യത്തിന്റെ സേനയുടെ മനോവീര്യം നിലനിർത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ആകെ അനിവാര്യതയാണ്. അതിനുവേണ്ട ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തേണ്ടതുണ്ട്.